ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ച വിശേഷമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അനിയത്തി ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അനിയത്തി വീഡിയോയിലൊക്കെ വരാൻ മടിച്ചിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുക കേട്ടോ അവള്. പിന്നെ ഇപ്പം മേക്കപ്പ് നമ്മുടെ ഒറിജിനാലിറ്റി കണ്ടാൽ മതി അല്ലേ എല്ലാവരും. നമ്മൾ കുറേ മേക്കപ്പ് ഇട്ടിട്ട് കുറേ ഫോട്ടോ കാട്ടിയിട്ട് എന്താ കാര്യം അല്ലേ? നമ്മൾ എന്താണെന്നുള്ളത് എല്ലാവരുടെയും മുമ്പിൽ അല്ലേ, നമ്മൾ നാച്ചുറലായിട്ടുള്ള എങ്ങനെയാണ് അത് കണ്ടാൽ മതിയില്ലേ. അപ്പം ഇന്ന് പയറ് തോരനും മാന്തള മീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഉച്ചയ്ക്ക് രാവിലെ എന്തായിരുന്നു രാവിലെ രാവിലെ ഇന്ന് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കാര്യമായിട്ട് ഏറ്റിട്ടില്ല. അപ്പം ഇന്ന് നേരത്തെ ചോറും കറി ചോറൊക്കെ ആയിട്ടോ. പിന്നെ ധോനി ബേബീനെ കുളിപ്പിച്ചു, അവൾ ഉറങ്ങാണ്. പിന്നെ അമ്മ ഉണ്ടതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, സിറ്റോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടി ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നുള്ളൂ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ PF-ൻ്റെ കാര്യം ഒന്ന് റെഡി ആയോന്ന് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ അപ്രൂവലായിട്ടില്ല. ഒരു 2-3-4 ദിവസം മുന്നേ കൊടുത്തത് കേട്ടോ. ഇതുവരെ അപ്രൂവലായിട്ടില്ല. ഞാനിപ്പോൾ ഒരു 1.5 വർഷമായി അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ, ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും. നമ്മൾ എന്നും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശൊക്കെ അങ്ങനെ ചിലവാകും. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സമയത്ത് എന്തെങ്കിലും ഒരു 10 രൂപ നമുക്കെടുത്ത് ചിലവാക്കാൻ എന്തെങ്കിലും ഒരു സേവിങ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ PF ചേർന്നത് കേട്ടോ ജോലിക്ക് പോകുമ്പോൾ. ഇപ്പോൾ അത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ആലോചിക്കാൻ വയ്യ. പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് പോവുക. നോക്കുമ്പോൾ പെൻഡിങ് ആയിരിക്കും. KYC പുതുക്കിയത് അത് ശരിയായിട്ടുണ്ടായില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ പാൻ കാർഡ് എന്താണ് PF-ൽ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി അത് അപ്രൂവലായി വരണം, എന്നിട്ട് വേണം നമുക്ക് അപേക്ഷ കൊടുക്കാൻ, ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇനി പാൻ കാർഡ് അപ്രൂവൽ ആണെങ്കിൽ, KYC അപ്രൂവൽ ആണെങ്കിൽ ഇനി ഒരു 2 മാസമൊക്കെ പിടിക്കുന്നതാണ് അതിൽ കാണിക്കുന്നത്. ബാങ്ക് പാസ്ബുക്ക് കൊടുത്തതൊക്കെ അപ്രൂവലായിരുന്നു, റീമാർക്കൊന്നുമില്ല, എല്ലാം ശരിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ധോനി ബേബിക്ക് ചോറ് കൊടുത്തിട്ടില്ല, അവൾക്ക് ചോറ് കൊടുക്കാൻ പോകണം. അങ്ങനെ ചെറിയ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമ്മുടെ ഫാമിലിയിലുള്ളവരോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മതാ മീൻ നന്നാക്കാട്ടോ. ചോറൊക്കെ കേട്ടോ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് പോയി വന്നപ്പോഴേക്കേ കല്ലടിക്കോടാണ് പോയത്. അപ്പോൾ പനയമ്പാടം കരിമ്പ അവിടെ പോയിട്ടാണ് ഞങ്ങൾ അവിടുത്തെ അക്ഷയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേന് ഒരു 11-12 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേന് ചോറൊക്കെ ആയിരിക്കുന്നു. ധോനി ബേബി ഇങ്ങനെ എണീപ്പിച്ച് കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് വീണ്ടും കിടത്തി ഉറക്കിയിരുന്നു കേട്ടോ അനിയത്തി. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് എന്നിട്ട് ഇപ്പോൾ പയറൊക്കെ പൊട്ടിക്കണത്. നമ്മളെങ്ങനെ മീൻ നന്നാക്കണ കാണിച്ചു കൊടുക്കാമ്മ. തലയാണ് കളയൂലേ, തലയാണ് കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയാണ് കളയും. തല സൈഡിൽ നിന്നാണ് ചീന്തും. അതിനുശേഷം 2 സൈഡത്തെ തൊലി കളയും അമ്മ. കണ്ടോ, വൃത്തിയായില്ലേ. അങ്ങനെയാണ് ഞങ്ങൾ മാന്തള നന്നാക്കുക കേട്ടോ. മറ്റാളിത് അവിടെ പയറ് നന്നാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി ചോദിച്ചിരുന്നു, ചേച്ചി എങ്ങനെയും മാന്തള മീനൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുക എന്നൊക്കെ. അപ്പോൾ അവർ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, തനിച്ച് പോയി ജോലി ചെയ്യുക, അവർ തന്നെ ചെയ്യുന്ന
സാഹചര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഞാനത് കാണിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ പാലക്കാടൻ സ്റ്റൈലിൽ മീൻ പുളി വയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പിന്നെ ധോനി ബേബി ഉറങ്ങുമ്പോഴാട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാറൊക്കെ. ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യാറ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരു പരിമിതികളുണ്ടല്ലോ, അതിൻ്റെ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല ചില ഭാഗങ്ങളൊന്നും, അതിൻ്റെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടി എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആ ഉള്ളിയും മുളകും വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിന് ശേഷമാണ് അത് നല്ല മൂത്ത് വരുമ്പോഴാണ് തക്കാളി ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും നല്ല കമൻ്റൊക്കെ ഇടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള എനർജിക്കായിട്ട് നമുക്കൊരു നല്ലൊരു മോട്ടിവേഷനായിട്ട് എല്ലാവരും മെസ്സേജ് ഇടാറ് കേട്ടോ. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ തക്കാളി ഇതാ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ. ഒരുപാട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കുള്ളൂ. കാരണം നമ്മുടെ ഉണക്കമീനിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഈ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിലിടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ രാജേഷിൻ്റെ വീട്ടിലാട്ടോ ഒരു ദിവസം ഞാനിങ്ങനെ രാജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്രാവ് മീൻ കേട്ടോ. അപ്പോൾ സ്രാവ് മീൻ കൊണ്ടുവന്നപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ടു. എൻ്റെ വിചാരം അത് കുറേ നേരം വെള്ളത്തിലിടുമ്പോൾ ഉപ്പ് നല്ലോണം പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ വലിയമ്മായി പറയുക ചെയ്ത്, കുട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ ഒലഞ്ഞു പോവില്ലേ, പൊടിഞ്ഞു പോവില്ലേ എന്നൊക്കെ. അപ്പോൾ ആദ്യം എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഇട്ടു. പിന്നെ നോക്കുമ്പോൾ എടുത്ത് ഞാൻ വറുത്ത് നോക്കുമ്പോൾ എല്ലാം കൂടി ഒരു കട്ട കുഴഞ്ഞു പോയി. സ്രാവ് മീനെല്ലാം കുഴഞ്ഞു പോയി. അതിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഉണക്കമീൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിടാൻ പാടില്ലാന്ന്. അപ്പം അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വഴറ്റി കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പുളി ആഡ് ചെയ്തു കേട്ടോ. പുളി ആഡ് ചെയ്തു. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഉപ്പ് കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇനി ഉപ്പ് പിന്നെ ഇല്ലയെന്ന് കണ്ടാൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇടാമല്ലോ. ഉപ്പ് അധികമായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പുളിവെള്ളം ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് എത്രയാണ് നമുക്ക് ആൾക്കാരനുസരിച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർത്തു. ഞങ്ങളിപ്പോൾ 2-3 പേരുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ 2 നേരത്തിനുള്ളതാട്ടോ ഞാൻ വെക്കണത്. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ പിന്നെ ഒഴിക്കണത്. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതാ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരണം. ഇനി നല്ല തള പൊന്തുമ്പോഴാണ്, നല്ല തള പൊന്തി വരുമ്പോഴാണ് കേട്ടോ പിന്നെ ഇടേണ്ടത്. മാന്തള മീൻ ഇടേണ്ടത് പിന്നെ നല്ല തള പൊന്തി വന്നിട്ട് കേട്ടോ. ഇതാ അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാന്തള മീൻ ഇത് ആഡ് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഈ മൺചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞൊരു ചട്ടിയാണ്, നല്ല എണ്ണ കുടിച്ച് മയങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയ കറി ഉണ്ടാക്കി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് കറക്റ്റായിട്ട് പാകത്തിന് കറി ചെയ്യും കേട്ടോ. വലിയ കാലമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അധികമായി പോയി സാമ്പാറൊക്കെ വെക്കുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. ഇത് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നല്ല തിളച്ച് വരുമ്പോൾ അത് ഇറക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പയർ തോരനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പയർ തോരൻ ഇത് അടുപ്പത്തായിട്ടുണ്ട്.